അടിപൊളി പടമായിരുന്നു. ഫസ്റ്റ് ഹാഫ് നല്ല സൂപ്പറായിരുന്നു. ശോഭനയും മോഹൻലാലും ചെയ്യുന്ന നല്ല അടിപൊളി ജോഡി ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി ബീജമും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോഹൻലാലിൻ്റെ എൻട്രിയാണ് മാസം അടിപൊളി എൻട്രിയാണ്. ഒരു വളവിൽ കാർ നിർത്തി ഒരു സൂപ്പർ എൻട്രിയാണ്. ഒരു രക്ഷയില്ലാത്ത പടം. ഒരു കാറിൻ്റെ പുറകിലുള്ള കഥയാണ്. പടം കണ്ടോ? അടിപൊളി. പിന്നെ ഉറപ്പായിട്ടും അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് ഒരു ശബരിമലയ്ക്ക് പോണ ഒരു സ്വാമി ലുക്ക് പോലത്തെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കഥ മാറുവാണ്. അടിപൊളി പടമാണ്, കണ്ടിരിക്കാൻ സൂപ്പർ. തുടരും ഞാൻ ഫസ്റ്റ് ഹാഫേ കണ്ടിട്ടുള്ളൂ. ലാലേട്ടൻ അയ്യോ ഭയങ്കര രസമായിട്ടുണ്ട്. ആ ഒരു പഴയ ക്ലീശാന്ന് അറിയാം, പക്ഷെ എന്നാലും പഴയ ഒരു കളി ചെയ്ത് തമാശ ഭയങ്കര രസം, ഭയങ്കര എനർജറ്റിക് ആയ ലാലേട്ടൻ. പിന്നെ ശോഭന മാം, അവരുടെ കോമ്പിനേഷൻ, ഫാമിലി, പാട്ട് എല്ലാം നല്ല രസമായിട്ടുണ്ട്. ഒരു നല്ലൊരു രീതിയിലാണ് തരൺമുഖി എടുത്ത് വെച്ചത്. ഇൻ്റർവ്യൂടനുബന്ധിച്ച് ചില സംഭവങ്ങൾ സംഭവിക്കുന്നു, പിന്നീടാണ് കഥ തോന്നുന്നത്. അറിയില്ല, സെക്കൻഡ് ഹാഫിന് വേണ്ടി കട്ട വെയിറ്റിംഗാണ് ഞാൻ നിങ്ങളെപ്പോലെ തന്നെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സംഭവർക്ക് തരുൺമൂർത്തി എന്തോ പണി വെച്ചിട്ടുണ്ട്. അത് കണ്ടതിന് അറിയണം. ഇൻട്രസ്റ്റിംഗ് ആണ്, ഗ്രിപ്പിംഗ് ആണ്, സ്റ്റോറി അടിപൊളിയാണ്. ഒരു കാറിനെ ഭയങ്കര മോനെ പോലെ സ്നേഹിക്കുന്ന ഒരാളുടെ കഥ, അതാണ് തുടരും. ബാക്കി സെക്കൻഡ് ഹാഫ് ഉണ്ടേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ലാലേട്ടൻ എക്സ്പ്രഷൻ വൈസും ഇതായിസും ആസ് എൻ ആക്ടർ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. ഇനിയും വരാൻ പോകുന്നതാണ് വിശ്വാസം. സംഭവർക്ക് തുടരും നിർത്തിയത്. ബാക്കി നിങ്ങൾ കണ്ടു തരണം. എന്തായാലും സംഭവം ഇതുവരെ കണ്ടിട്ട് ഞാൻ ഒരു ആസ് എ ലാലേട്ടൻ ഫാൻ, ആസ് എ നോർമൽ ഓഡിയൻസ്, ആസ് എ സിനിമ ലവർ, ഐ എം ഹാപ്പി. തുടരും. എന്തായാലും ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറാണ്. കാരണം ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുടുംബ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരാൻ പോകുന്നതിൻ്റെ സൂചന തന്നെയാണ് തുടരുമെന്ന മൂവി. ലാലേട്ടൻ എന്തായാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ലാലേട്ടന് കൊടുക്കുന്ന കഥാപാത്രങ്ങൾ എത്രത്തോളം മികവുറ്റ കഥാപാത്രങ്ങളാണോ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ഷൻ തരുൺമൂർത്തി എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ ജാവ, അതുപോലെ തന്നെ സൗദി വെള്ളയ്ക്ക പോലുള്ള സിനിമകൾ നമ്മളാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണറിൽ പോകുന്ന സിനിമകളായിരിക്കും. അദ്ദേഹത്തിൻ്റെ അടിപൊളി അതിശയകരമായിട്ടുള്ള സിനിമ തന്നെയായിരിക്കും. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരിക്കും. ഒരു പ്രതീക്ഷ തന്നിട്ട് ഫസ്റ്റ് ഹാഫ് തീർന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒരു ലാഗ് പോലും നമുക്ക് ഫസ്റ്റ് ഹാഫിലില്ല. അടിപൊളിയാണ്. എന്തായാലും തിയേറ്ററിൽ വന്ന് ധൈര്യമായിട്ട് കാണാൻ പറ്റുന്ന സിനിമ തന്നെയായിരിക്കും. ഒരു വിൻറ്റേജ് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇളകി ചെയ്യാൻ പറ്റുന്ന ഒരു മലയാളത്തിലൊരു ആക്ടറുണ്ടോ? കാരണം ഇത്രയും ശക്തമായിട്ടുള്ള, ഇത്രയും അഭിനയ മികവ്, അതുമാത്രം മെയ്വഴക്കം, എങ്ങനെയാണ് ഇദ്ദേഹം ഒരു കഥാപാത്രമായിട്ട് മാറുന്നത്, എന്താണോ അതിന് വേണ്ടത് അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് അങ്ങ് മാറുകയാണ്, അങ്ങ് അഭിനയിച്ച് ജീവിക്കുകയാണ് അദ്ദേഹം. അടിപൊളിയാണ്. ശോഭനയൊക്കെ അടിപൊളിയാണ്. 20 വർഷത്തിന് ശേഷം ഇവരുടെ കോംബോ കിടിലമാണ്. എന്തായാലും ഒരുപാട് സിനിമകളുടെ എലമെൻറ്റ്സ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പഴയ ലാലേട്ടനെ കാണിക്കുന്നുണ്ട്. ഒരുപാട് സസ്പെൻസുകൾ എന്തായാലും തീർച്ചയായിട്ടും സെക്കൻഡ് ഹാഫിലും അതുണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി. അല്ല, ഇതിപ്പോൾ രണ്ട് രീതിയിലാണ്. എമ്പുരാനായിട്ട് നോക്കുവാണെങ്കിൽ എമ്പുരാൻ ലാലേട്ടൻ്റെ സ്റ്റാർഡം സെലിബ്രേറ്റ് ചെയ്തതാണ്. എമ്പുരാന് ആവശ്യം ലാലേട്ടൻ്റെ സ്റ്റാർഡമാണ്, ലാൽ എന്ന ആക്ടറെക്കാട്ടിലുപരി. പക്ഷേ ഒരു സ്റ്റാർഡം എന്ന് പറയുമ്പോഴും അതിലും പെർഫോമൻസ് ഉണ്ട്. കാരണം ഒരു നടൻ വന്ന് നിൽക്കുന്ന പോലെയല്ല മോഹൻലാലോ മമ്മൂട്ടിയോ വന്ന് നിന്നാൽ. അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ മാസ് എലമെൻറ്റ്സ്, അദ്ദേഹത്തിൻ്റെ സ്റ്റാർ വാല്യൂ യൂസ് ചെയ്തപ്പോൾ ഇതിൽ അദ്ദേഹത്തിൻ്റെ അഭിനയ സാധ്യതയാണ് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മാസ് എലമെൻറ്റ്സ് അങ്ങനെയുള്ള സീനുകളല്ല. ആ സിറ്റുവേഷൻ, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പെടുന്ന ഒരു കഥാപാത്രം എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് ലാലേട്ടൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് യൂസ് ചെയ്തിട്ട് അദ്ദേഹം പെർഫോം ചെയ്ത ഒരു സിനിമ ഇതുവരെ കണ്ടതിൽ വെച്ച് അങ്ങനെയാണ് തോന്നിയത്. തുടക്കം ഉണ്ട്. ഇപ്പോൾ മാസമല്ല, പക്ഷേ ലാലേട്ടൻ റെഫറൻസുകൾ ഒരുപാടുണ്ട്. ഫാൻസിന് വേണ്ടിയുള്ള മുഹൂർത്തങ്ങൾ ഒരുപാടുണ്ട്. പക്ക ലാൽ ഫാനാണ് തരുൺ എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള. കാരണം ഇപ്പോൾ തരുണിനെ കണ്ടപ്പോൾ തന്നെ ആ ഒരു അദ്ദേഹത്തിൻ്റെ അറ്റയർ തന്നെ ചെറുതായിട്ട് ചെരിവ് വരുന്നുണ്ടോ എന്ന് വരെ തോന്നി. അതേപോലെയുള്ള ഡ്രസ്സിങ്ങും ഒക്കെയാണ് പുള്ളി. അതാരും ആയിപ്പോവും. എല്ലാ മലയാളികളുടെ ഉള്ളിലും ഒരു ലാൽ ഫാൻ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് എന്തുകൊണ്ടും കണ്ടിരിക്കാവുന്ന നല്ല രസകരമായ മുഹൂർത്തങ്ങളുള്ള ഒരു ഫാമിലി മൂഡിലുള്ള സിനിമയായിട്ട് വന്നിട്ടുണ്ട് തുടക്കം. പറയുന്നത് പിന്നെ പടം എന്താണ് തരുൺമൂർത്തിയും ടീമും പറഞ്ഞത്, ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് പടമാണ്, ഫാമിലിയാണ് ടാർഗറ്റഡ് ഓഡിയൻസ്. അങ്ങനെ വിചാരിക്കുമ്പോൾ ഫാമിലിക്ക് മാത്രമല്ല, എല്ലാവർക്കും, യൂത്തിന് എല്ലാവർക്കും കണക്റ്റ് ആവുന്ന രീതിയിലുള്ള മേക്കിംഗ് ആണ് ഫസ്റ്റ് ഹാഫിൽ വന്നിരിക്കുന്നത്. വളരെ സാധാരണക്കാരനായിട്ട് ആ സിനിമയിൽ നമുക്ക് ഒരുപാട് അടുത്ത കാലത്തുള്ള സിനിമകളിൽ നമ്മൾ പറയുന്ന മിസ്സായി പോയ ലാൽഭാവങ്ങൾ അതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റി. നല്ല രസകരമായിട്ടുള്ള മൂഡ് സ്വിങ്സ്, അതായത് പുള്ളി ദേഷ്യം വരുന്നതും കോമഡി പറയുന്നതും പിന്നെ ഈ കാറുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്, അങ്ങനെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രം തന്നെയാണ് ഷൺമുഖൻ എന്ന കഥാപാത്രവും. പക്ഷേ അയാൾ ബാക്കി എല്ലാവരും ഓവർ ഷാഡോ ചെയ്യുന്ന രീതിയിലല്ല സ്ക്രിപ്റ്റ് വന്നിരിക്കുന്നത്. കഥയിലുള്ള ഒരു പാർട്ടാണ് ഇയാൾ. എല്ലാവർക്കും ഈക്വലായിട്ട് സ്ക്രീൻ പ്രൈസ്. അതുപോലെ പിന്നെ ബിനു പപ്പു ആണെങ്കിലും ഇപ്പോൾ ഖൽബിൽ അഭിനയിച്ച സൗദ എന്ന് പറയുന്ന അദ്ദേഹം ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിലുള്ള ഈ സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ലാലേട്ടനെ മാത്രം
മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുള്ള രീതിയിലല്ല, ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു നല്ലൊരു കഥാ സിറ്റുവേഷനിൽ ലാലേട്ടനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് പറയാം. ലാലേട്ടൻ ഞെട്ടിക്കുന്നുണ്ട്. കാരണം ഒരുപാട് മിസ്സായി. ഞെട്ടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കാലത്ത് മിസ്സായ സീനുകളല്ല. ലാലേട്ടൻ ഇത് വളരെ കേക്ക് വാക്ക് ആയിരിക്കും, പക്ഷേ നല്ല രസകരമായിട്ട് അദ്ദേഹത്തിൻ്റെ നമ്മൾ ആ താടിയിരുന്ന എന്താണ് പ്രശ്നം അതൊക്കെ പറയുന്നതും, കാരണം അതുകൊണ്ടൊന്നല്ല അദ്ദേഹത്തിന് ഭാവം നഷ്ടപ്പെടുന്നത്. അതുപോലുള്ള കഥാപാത്രങ്ങൾ എഴുതി ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന് ഇനിയും ചെയ്യാൻ ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു റോളാണ്. കൂടുതൽ ഇതിൻ്റെ പറയണമെങ്കിൽ ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ നല്ലൊരു പോയിന്റിലാണ് ഇതിൻ്റെ ആദ്യ ഭാഗം അവസാനിച്ചിരിക്കുന്നത്. ലാലേട്ടൻ കോംബോ ഉണ്ട്, അവരുടെ രസകരമായ നർമ്മ മുഹൂർത്തങ്ങളുണ്ട് ഫാമിലിയിൽ. കൂടുതലൊരു ഇമോഷണൽ ആംഗിളും കോമഡി ആംഗിളും രണ്ടും കൂടി മിക്സ് ചെയ്ത രീതിയിലാണ് സിനിമ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്.